മണിക്കുട്ടി എന്തോ ചെയ്യുന്നത് നോക്കിയാണ്. അവിടെ ഇരുന്ന് അണ്ണം പണിയുന്നത് നോക്കിക്കൊണ്ടിരിക്കാൻ. അതിന് ഗ്രില്ലൊന്നും ഇളവി നമ്മൾ സിറ്റ് ഔട്ടില്ല. അപ്പോൾ അത് ശരിയാകുവാണ്. അത് നോക്കി നല്ല ശ്രദ്ധയോടെ ഇരിക്കുക. പണിയൊക്കെ പഠിച്ചിട്ട് വേണ്ടേ വലുതാകുമ്പോൾ ജോലിക്ക്. മണിക്കുട്ടി കടയിൽ പോവാ, നമുക്ക് പോവാ. ദേ കടയിൽ പോവാ. ഇത് നല്ല കളറാണ് കേട്ടോ, നല്ല ഗോതമ്പിൻ്റെ കളറാണ് ഇവക്ക്. ഇത് വീഡിയോയിലായിട്ട് ഇച്ചിരി ഡാർക്കായിട്ട് വന്നു, പക്ഷെ ഗോതമ്പിൻ്റെ കളറാണ്. നല്ല ഭംഗിയാണ് കാണാൻ. റാണിച്ചേച്ചി എവിടെ? റാണിച്ചേച്ചി ഇതോ ദൂരെ പോയി കിടക്കുന്നു. റാണിച്ചേച്ചി എടുത്ത് ചെല്ലേ. ഓ ദാ ഇറങ്ങി പോന്നു. പയ്യെ പയ്യെ വീഴും. റാണിയുടെ അടുത്ത് പോവുക. അയ്യോ പയ്യ സ്റ്റെപ്പ് പയ്യെ ഇറങ്ങ്. ഓ ഇറങ്ങി പോയി. ഓ റാണി അവളെ കാണുമ്പോ ഓട്ടമാണ്. വൈറ്റമ്മ അടി മേടിക്കുക. വൈറ്റിനെ ഞാൻ താഴെ കൂട്ടി കൊണ്ടുവന്നു. അതുകൊണ്ട് അവിടെ കിടപ്പുണ്ട്. അവളെ ഹീറ്റ് പീരീഡ് ഏകദേശം കഴിയാറായി. അപ്പോൾ പിന്നെ ഇനി കൊണ്ടുവരുന്നു. ജാക്കിച്ചാ എന്നാ മണിക്കുട്ടി അടുത്ത് വരുന്നില്ലേ? ജാക്കിയുടെ കിടത്തയൊക്കെ കണ്ട, കാലൊക്കെ മടക്കി കൈയൊക്കെ മടക്കി തിരിച്ചു വെച്ച ഒടിഞ്ഞൊക്കെ കിടക്കുന്നത്. അല്ല ലാബ് കിടക്കുന്നതൊക്കെ അവൻ കിടക്കുന്നത്. ഇതെവിടെ പോന്നു? എവിടെ പോവാ? കൈകാലാവതില്ലാത്തവളാണേ. അമ്മ 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 മൂത്രം അടിക്കാൻ പോയാന്നോന്നു. ഇതെന്തോ ഇവിടെ എന്തോ ഇത്? ജാക്കി പുറകെ പോവുക അവളുടെ. അങ്ങോട്ടാ വെച്ച് പിടിക്കുന്നേ? റാണി ചേച്ചിക്ക് എന്തോ കുഴപ്പം? റാണി ചേച്ചി ഓ അനിയത്തിയെ പോയി സ്വീകരിച്ചുകൊണ്ട് വരാൻ പോവുക ചേട്ടൻ. അണ്ണന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്ത് അബദ്ധത്തിൽ എടുത്ത് വെളിയിൽ കൊണ്ടുവന്നു. അത് ഇനിയിപ്പോ ഇവർക്ക് 3 രൂപയായിട്ട് കൊടുക്കണം. അണ്ണന് കിട്ടത്തില്ല. റാണിയാണെങ്കിൽ മുട്ടയുടെ ആശാട്ടിയാണ്. ഇതിപ്പോ അണ്ണന് മുട്ട കിട്ടിയില്ല. ഇവിടെ തിന്നേത് അവള് കഴിക്കത്തില്ല. അവക്കിതൊന്നും വേണ്ട. വയറ്റി കൂട്ടി കിടക്കുന്നു. വീട്ടിന്റെ മേളിൽ ചാടി. പിന്നെ തിരിച്ച് അപ്പുറം മേളത്തെ കൂട്ടിലാക്കാൻ പറ്റാത്തോണ്ട് ഞാൻ ഇവിടെ താഴത്തെ കൂട്ടി കൊണ്ടുവന്നാക്കി. ഇല്ല ഇറങ്ങത്തേന്നുമില്ല അവള്. ഇന്ന് വൈറ്റിയും തുമ്പിയും തമ്മിൽ ഭയങ്കര അടിയായിരുന്നു. രണ്ടുപേരും കൂടെ ഭയങ്കര അടിയായി. തുമ്പിയുടെ കൈയൊക്കെ മുറിഞ്ഞ്. തുമ്പിയുടെ അല്ല വൈറ്റിയുടെ കൈ കാണിച്ച വൈറ്റി എന്തേ? ഇപ്പൊ കൂട്ടിലായോണ്ട് കാണാക്കത്തില്ല. കൈയൊക്കെ മുറിഞ്ഞ് വൈറ്റിയുടെ. അങ്ങനെ അതിനുശേഷം വഴക്കൂടിയിട്ട് അവള് വീട്ടിന്റെ മേളിൽ ചാടിയപ്പോ പിന്നെ ഇനി തിരിച്ചെനിക്ക് അങ്ങ് മേളിൽ കൊണ്ടാകാൻ പറ്റാത്തോണ്ട് ഞാൻ ഇവിടുത്തെ താഴത്തെ കൂട്ടി കൊണ്ടുവന്നാക്കി. അടുക്കള അടച്ചിട്ടില്ല. അപ്പൊ രാവിലെ ഷോപ്പിൽ പോകാൻ റെഡിയാക്കി നിൽക്കുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇവിടെ. ഇങ്ങനെ ചെറിയ ഇതുപോലുള്ള ഓരോരോ രംഗങ്ങളാണ് ഓരോരോ നിമിഷവും. അപ്പൊ വീഡിയോ എടുക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് അതൊന്നും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തത്. ഇതിപ്പോ കുറച്ച് സമയം അണ്ണനെ കാത്തൊക്കെ നിന്ന്. അപ്പൊ അണ്ണൻ വന്നപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ അണ്ണൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണിത്. വൈറ്റമ്മ വൈകുന്നേരം വെളിയിലൊക്കെ ഇറക്കി വിടാ കേട്ടാ. ഇപ്പൊ തൽക്കാലം അവിടെ അല്ലേ. മുഖം നോക്കാണ് വൈറ്റൂസിന്റെ. ഗുഡ് ഗേൾ. ഭയങ്കര പേടിത്തൊണ്ടിയാ. പേടിത്തൊടി പോട്ടാ. ഹായ് മണിക്കുട്ടി പോവാ നമുക്ക്. പോവാ. വെയിലുള്ള ഇരിക്കുക രാവിലത്തെ. ടാക്കപ്പാ ആളം കിടന്ന്.
ഇവിടെ ഒരുത്തന്നായി സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നറിയാം. ഞാൻ ഈ ഗ്രില്ല് ഇതാ ഇങ്ങനെ തുറക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കയറാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. കണ്ട, ഇപ്പോൾ ഇത് കയറ്റിയാലുള്ള അവസ്ഥ എന്താണെന്നറിയാം. ഞാൻ ഇപ്പോൾ ഷോപ്പിൽ പോകാനായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇവനെ സിറ്റൗട്ടിൽ കയറ്റി കഴിഞ്ഞാൽ ഇവൻ എന്താ ഇവിടെ സിറ്റൗട്ടിൽ കുറച്ച് സാധന സാമഗ്രികളൊക്കെ ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. സിറ്റൗട്ടിൻ്റെ അടിയിൽ മെഷീൻസൊക്കെ അതൊക്കെ ഇവൻ കടിച്ച് നശിപ്പിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവനകത്ത് കയറ്റാതെ വെളിയിൽ നിർത്തിയേക്കുന്നത്. റാണിമുത്തശ്ശിയേ എന്തോരേന് വൈറ്റമ്മ മണിക്കുട്ടി വരണില്ലേ? ഷോപ്പിൽ പോണ്ടേ? കാറിൻ്റെ അടി കയറി കിടക്കുന്നു. ബാ മൈൻഡ് പോലും ചെയ്യത്തില്ല, വിളിച്ചു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബായ്.